വെൽക്കം ടു ഗ്രേസ് പാത്ത്. ബയോപ്സി ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ക്യാൻസർ നോക്കാനുള്ളതാണല്ലോ എന്ന ആശങ്ക ഓരോ സാധാരണക്കാരനെയും അലട്ടും. എത്രയും പെട്ടെന്ന് റിപ്പോർട്ടൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ റിപ്പോർട്ട് കിട്ടാൻ 10 ദിവസമെങ്കിലും കഴിയും എന്ന് ലാബിൽ നിന്ന് അറിയിക്കും. 10 ദിവസത്തെ ടെൻഷനൊടുവിൽ റിപ്പോർട്ടിനായി ചെല്ലുമ്പോൾ ഇനിയും താമസമുണ്ട് എന്നെങ്ങാനും കേട്ടാൽ സകല നിയന്ത്രണവും വിട്ട് പെരുമാറുന്നവരുമുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട് ആകുന്നതുവരെയുള്ള ഒരു ബയോപ്സി സ്പെസിമെൻ്റെ വഴികൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്താണ് ബയോപ്സി, എങ്ങനെയൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറുതോ വലുതോ ആയ ശസ്ത്രക്രിയകളിലൂടെ നീക്കം ചെയ്യപ്പെടുന്ന മുഴകൾ അല്ലെങ്കിൽ അവയവങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് രോഗിയുടെ ക്ലിനിക്കൽ ഡീറ്റെയിൽസ്, അതായത് പേര്, ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള നമ്പർ, ഡയഗ്നോസിസ്, അതുപോലെ തന്നെ എന്ത് തരം സർജറിയാണ് ചെയ്തത്, ഈ സ്പെസിമെൻ്റെ സ്വഭാവം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു റിക്വസ്റ്റ് ഫോം ഉൾപ്പെടെ ഹിസ്റ്റോപത്തോളജി ലാബിലേക്ക് അയക്കപ്പെടും. ശരീരകലകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗനിർണയം നടത്തുന്ന വിധമാണ് ഹിസ്റ്റോപത്തോളജി. ശരീരകലകൾ ഒരു പ്രത്യേക രോഗാവസ്ഥയിൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന പഠനങ്ങളെ ആധാരമാക്കിയാണ് രോഗനിർണയം. ജീവനുള്ള ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ശരീരകലകളെ പരിശോധിക്കുന്നതിന് ബയോപ്സി എന്നും, മൃതശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ശരീരകലകളെ പരിശോധിക്കുന്നതിന് ഓട്ടോപ്സി എന്നുമാണ് പറയുക. ശരീരകലകളെ സങ്കീർണമായ ചില പ്രക്രിയകളിലൂടെ ഒരു നേരിയ ഫിലിം പോലെ ആക്കി അത് ഒരു ഗ്ലാസ് സ്ലൈഡിൽ പതിപ്പിച്ച് അതിന് നിറം കൊടുത്ത് കോശങ്ങളുടെ പ്രത്യേകതകൾ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ പാത്തോളജിസ്റ്റ് എന്ന ഡോക്ടർ വിശകലനം ചെയ്താണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ശരീരത്തിൽ നിന്നും പുറത്തെടുക്കപ്പെടുന്ന ടിഷ്യൂവിന് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായോ അല്ലെങ്കിൽ കോശങ്ങളിൽ ഉണ്ടാകുന്ന ചില എൻസൈമുകളുടെ പ്രവർത്തന ഫലമായോ നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിക്സേറ്റീവ്സ് എന്നറിയപ്പെടുന്ന കെമിക്കൽ സൊല്യൂഷൻസിലാണ് ഈ ടിഷ്യൂ പിന്നീട് സൂക്ഷിക്കുക. ഡാമേജ് വരാതെ എടുക്കാനും ഇടാനും എളുപ്പമുള്ള വിധത്തിൽ വായ്വട്ടമുള്ള കണ്ടെയ്നറുകളിലാണ് ഈ ടിഷ്യൂ സ്പെസിമെൻ സൂക്ഷിക്കുക. സാധാരണയായി 10% ഫോർമലിനാണ് ഫിക്സേറ്റീവായി ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നീട് ഏത് സ്റ്റെയിനാണോ ചെയ്യുന്നതെന്നനുസരിച്ച് മറ്റ് ഫിക്സേറ്റീവ്സും യൂസ് ചെയ്യാറുണ്ട്. കാർണോയിസ് ഫിക്സേറ്റീവ്, ബോയിൻസ് ഫിക്സേറ്റീവ് ഇവയെല്ലാം അത്തരം ഫിക്സേറ്റീവുകൾക്ക് ഉദാഹരണമാണ്. രോഗിയുടെ പേരുവിവരങ്ങളെല്ലാം കണ്ടെയ്നറിൻ്റെ ലേബലിൽ ഉണ്ടാകും. ഒപ്പം ഫിക്സേറ്റീവ് ഒട്ടും ലീക്കാവാതെ ചിലപ്പോൾ അതിൻ്റെ അടപ്പിലൊക്കെ പ്ലാസ്റ്ററും എല്ലാം ഒട്ടിച്ച് ഫിക്സ് ആക്കിയിട്ടുണ്ടാവും. ഈ ടിഷ്യൂവിൻ്റെ വലിപ്പത്തിന് ഏകദേശം 10 മുതൽ 20 മടങ്ങ് അളവിലായിരിക്കും ഈ ഫിക്സേറ്റീവ് കുപ്പിയിലുണ്ടാവുക. ഇനി ലാബിലെത്തുമ്പോൾ ഓരോ സ്പെസിമെനും ഒരു ബയോപ്സി നമ്പർ നൽകപ്പെടും. ഇനി ഗ്രോസിംഗ് എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലാബിൽ ലഭിച്ച ടിഷ്യൂ സ്പെസിമെൻ്റെ വലിപ്പം, രൂപം, ആകൃതി, നിറവ്യത്യാസം, മറ്റ് വ്യത്യാസങ്ങൾ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തും. ഇനി വലിയ സ്പെസിമെനൊക്കെ ആണെങ്കിൽ ബ്രെഡൊക്കെ പീസസ് ആക്കുന്നത് പോലെ അവയും ആ ബ്രെഡിൻ്റെ തിക്നെസ്സിനേക്കാളും ചെറിയ തിക്നെസ് ഉള്ള സ്ലൈസുകളായി മുറിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ തവണയും സ്ലൈസ് ചെയ്യുമ്പോൾ ആ ഓരോ സ്ലൈസിലും കാണുന്ന തടിപ്പുകൾ, നിറവ്യത്യാസങ്ങൾ ഇവയെല്ലാം കൃത്യമായി അളവെടുത്ത് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് ഇങ്ങനെ സ്ലൈസുകളാക്കിയ സ്പെസിമെൻ അതേ കണ്ടെയ്നറിലേക്ക് തന്നെ ഫിക്സേഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായി ഇട്ടുവയ്ക്കും. ഈ ഫിക്സേഷൻ കംപ്ലീറ്റ് ആകാനായിട്ട് ഏകദേശം 24 മണിക്കൂറോളം വേണ്ടിവരും, പ്രത്യേകിച്ചും വലിയ സ്പെസിമെനുകൾക്ക്. ഫിക്സേഷൻ കംപ്ലീറ്റ് ആകുന്നതോടെ ഈ ടിഷ്യൂ കൂടുതൽ ദൃഢമാകും. പിന്നീട് ഇത് ചെറിയ പീസസ് ആയിട്ട് മുറിക്കാൻ കൂടുതൽ എളുപ്പമാകും. ഇനി ക്യാൻസറും മറ്റും സസ്പെക്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ഇതിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം, നമ്മളതിൻ്റെ റിസെക്റ്റഡ് മാർജിൻ എന്ന് പറയും, ആ മാർജിനിൽ ഇങ്ക് പുരട്ടി
തിരിച്ചറിയത്തക്ക വിധം വയ്ക്കുകയും ചെയ്യും. ആ ഇങ്കിങ്ങിൻ്റെ പ്രോസസ്സാണ് ആദ്യത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഇവ ചെറിയ ബിറ്റ്സ് ആക്കും. അതായത് 3x2 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ളതും അതുപോലെ തന്നെ 4 മില്ലിമീറ്റർ തിക്നെസ്സും ഉള്ള ചെറിയ പീസസ് ആണ് നമ്മൾ ഈ ടിഷ്യൂ ബിറ്റുകളെന്ന് പറയുന്നത്. എന്നിട്ടിവ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള കാസറ്റ്സിലേക്ക് മാറ്റും. ഇത്തരം കാസറ്റുകൾ മെറ്റൽസ് ആകാം, ചിലപ്പോൾ പ്ലാസ്റ്റിക്കും ആകാം. ഇവയിൽ ഈ ദ്രാവകങ്ങൾ, പ്രോസസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ദ്രാവകങ്ങൾ അകത്തേക്കും പുറത്തേക്കും കയറാനും ഇറങ്ങാനും പാകത്തിന് ഓപ്പണിങ്സ് ഉണ്ടാകും. കൂടാതെ ഈ ടിഷ്യൂവിൻ്റെ ബയോപ്സി നമ്പർ, ഈ സ്പെസിമെൻ്റെ ബയോപ്സി നമ്പർ എഴുതിയ ഒരു പേപ്പർ പീസ് കൂടി ഓരോ കാസറ്റിലും ഉണ്ടാകും. ഇത് സാധാരണ രീതിയിൽ ഫിൽറ്റർ പേപ്പറുകളിൽ പെൻസിൽ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുക. പിന്നീട് ഈ പേപ്പറിൽ എഴുതിയ ബയോപ്സി നമ്പറും ഈ ടിഷ്യൂവിൻ്റെ പീസസ്, അതായത് ബിറ്റ്സ് കൂടി ഒരു ഫിൽറ്റർ പേപ്പറിൽ പൊതിഞ്ഞാണ് ഓരോ കാസറ്റിലും ഇടുക. ഒരു കാസറ്റിൽ ഈ ടിഷ്യൂ ബിറ്റ്സിൻ്റെ വലിപ്പം അനുസരിച്ച് ഒന്നിലധികം ടിഷ്യൂ ബിറ്റ്സ് വേണമെങ്കിലും ഇടാം. ഓരോ കാസറ്റിലും എത്ര ടിഷ്യൂ ബിറ്റ്സ് ഇടുന്നു എന്നതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സംശയം തോന്നുന്ന ഏരിയാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടിഷ്യൂ ബിറ്റ്സും അതുപോലെ തന്നെ നോർമൽ ഏരിയാസിൽ നിന്നുള്ള ടിഷ്യൂ ബിറ്റ്സും എല്ലാം ഇത്തരത്തിൽ കാസറ്റുകളിലാക്കി വയ്ക്കും. ഇനി ടിഷ്യൂ പ്രോസസ്സിംഗ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കാസറ്റ്സ് ആണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാസ്റ്റിക് കാസറ്റ്സും ഉണ്ട്, മെറ്റൽ കാസറ്റ്സും ഉണ്ട്. ടിഷ്യൂ ബിറ്റ്സ്, ഒന്നിലധികം ബിറ്റ്സ് ഒക്കെ ഒരു കാസറ്റിൽ തന്നെ ഇടുന്ന പിക്ചറാണ് നമ്മൾ ലാസ്റ്റിൽ കാണുന്നത്. ഇനി എങ്ങനെയാണ് ഈ ടിഷ്യൂസ് പ്രോസസ്സ് ചെയ്യുന്നത്? ടിഷ്യൂവിനെ നേരിയ സെക്ഷൻസായി മുറിച്ചെടുക്കാനായിട്ട് ഒരു സോളിഡ് മീഡിയത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പാരഫിൻ വാക്സ് ആണ് സാധാരണയായിട്ട് നമ്മളിങ്ങനെ ഈ സോളിഡ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഫിക്സേറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് മിക്കവാറും വെള്ളവുമായി കലരുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ഫിക്സേറ്റീവിൽ മുങ്ങിയിരിക്കുന്ന ടിഷ്യൂ ഈ പാരഫിൻ വാക്സിലേക്ക് പെട്ടെന്ന് മിക്സ് ആവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ടിഷ്യൂവിലെ ജലാംശം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നീക്കം ചെയ്താൽ മാത്രമേ ഇത് ഈ പാരഫിൻ വാക്സിലേക്ക് മാറ്റാൻ പറ്റൂ. അതിനായി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ടിഷ്യൂവിലെ ജലം പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ഡീഹൈഡ്രേഷൻ എന്ന പ്രോസസ്സാണ്. ഇതിനായിട്ട് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോളാണ്. ആൽക്കഹോൾ പല പല കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കും. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 50%, 70%, 90%, 100% ഇങ്ങനെ ഉയർന്നു വരുന്ന കോൺസെൻട്രേഷനിൽ ആൽക്കഹോളുള്ള സൊല്യൂഷൻസിലൂടെ ടിഷ്യൂ മാറി മാറി പാസ് ചെയ്ത് ഈ ടിഷ്യൂവിലെ വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്യും. ഇപ്പോൾ ഈ ടിഷ്യൂവിനുള്ളിലുള്ളത് ആൽക്കഹോളാണ്. എന്നാൽ പിന്നീട് നമുക്ക് ആൽക്കഹോളും റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആൽക്കഹോൾ റിമൂവ് ചെയ്യാനായിട്ട് പിന്നീട് ഉപയോഗിക്കുന്ന ഏജൻറ്റിൻ്റെ പേരാണ് ക്ലിയറിംഗ് ഏജൻറ്റ്. നമ്മൾ സാധാരണയായി ലാബിൽ ഉപയോഗിക്കുന്ന ക്ലിയറിംഗ് ഏജൻറ്റ് സൈലീനാണ്. അപ്പോൾ ഈ ടിഷ്യൂ സൈലീനിൽ കൂടി പാസ് ചെയ്യപ്പെടും. ആ പ്രോസസ്സിനാണ് ക്ലിയറിംഗ് എന്ന് പറയുന്നത്. അവിടെ ഈ ആൽക്കഹോൾ പൂർണ്ണമായിട്ടും മാറുകയും അത് പാരഫിനുമായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് ആവുകയും ചെയ്യും. പിന്നീട് ഇത് ഉരുകിയ പാരഫിൻ വാക്സിലേക്ക് മാറ്റും. ചില അവസരങ്ങളിൽ പാരഫിന് പകരം നമുക്ക് സെലോയിഡിൻ, അരാൽഡൈറ്റ് തുടങ്ങിയ മീഡിയയും ഉപയോഗിക്കാം. ഇനി ഈ പ്രോസസ്സിനെല്ലാം കൂടി, അതായത് ടിഷ്യൂ പ്രോസസ്സിങ്ങിൽ ക്ലിയറിങ്ങിനായിട്ട് തന്നെ ഏകദേശം 8 മണിക്കൂർ എടുക്കും. ക്ലിയറിങ്ങിനല്ല, ഡീഹൈഡ്രേഷന് തന്നെ ഏകദേശം 8 മണിക്കൂർ എടുക്കും. ക്ലിയറിങ്ങിനായിട്ട് ഏകദേശം 5 മണിക്കൂർ എടുക്കും. പിന്നീട് ഈ വാക്സ് ഇംപ്രഗ്നേഷന് വേണ്ടി ഏകദേശം 4 മണിക്കൂറും എടുക്കും. അപ്പോൾ നമുക്കിത് മാനുവലി ചെയ്യാം. അതായത് ഈ സൊല്യൂഷൻസ് നിറച്ചു വെച്ചിരിക്കുന്ന ജാറുകളിൽ സമയം കൃത്യമായി നോക്കി ഒരാൾക്ക് ഈ ടിഷ്യൂസ് മാറി മാറി ഇട്ട് ഈ പ്രോസസ്സ് ചെയ്യാം. അല്ലെങ്കിൽ അതിനൊരു മെഷീൻ്റെ സഹായവും എടുക്കാം.
ആ മെഷീനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിലാണെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സാധാരണ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ടിഷ്യൂ പ്രോസസ്സിംഗ് മെഷീനിൽ 15 to 17 hours സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ എല്ലാം അവസാനം ഈ ടിഷ്യൂ പാരഫിനിൽ മിക്സ് ചെയ്തായിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഈ ടിഷ്യൂ കട്ട് ചെയ്യുന്നതിന് വേണ്ടി പാരഫിൻ ബ്ലോക്കുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എംബഡിങ് എന്ന് പറയുന്നത്. എംബഡിങ്ങിന് വേണ്ടി നമുക്ക് മെറ്റൽ മോൾഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡ്സും ഉപയോഗിക്കാം. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൾഡിലെടുത്ത ഉരുകിയ വാക്സിലേക്ക് ഈ ടിഷ്യൂ ഒരു ഫോഴ്സസിൻ്റെ സഹായത്തോടെ വയ്ക്കും. എന്നിട്ട് ആ വാക്സ് സോളിഡിഫൈ ചെയ്യാൻ, അതായത് ഉറയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഈ ടിഷ്യൂ വെക്കുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം. അതായത് ഏത് വശത്തു നിന്നാണോ നമുക്ക് സെക്ഷൻ എടുക്കേണ്ടത് ആ വശം താഴേക്ക് വരത്തക്ക വിധമാണ് ഈ ടിഷ്യൂ വെക്കേണ്ടത്. പിന്നെ ബയോപ്സി നമ്പർ എഴുതിയ പേപ്പർ കൂടി ഈ ടിഷ്യൂവിന് സമീപത്തായി വെക്കും. വാക്സ് ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ, സോളിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഹാർഡൻ ചെയ്യുന്നതിനായിട്ട് ഇതിനെ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇങ്ങനെ സോളിഡിഫൈ ചെയ്ത ഒരു പാരഫിൻ ബ്ലോക്കാണ് ഈ സ്ലൈഡിൽ അവസാനമായിട്ട് കാണിച്ചിരിക്കുന്ന പിക്ചർ. ഈ ബ്ലോക്കിൽ നിന്ന് ഇനി നമുക്ക് ഒരു മൈക്രോടോമിൻ്റെ സഹായത്തോടെ സെക്ഷൻസ് കട്ട് ചെയ്യാൻ പറ്റും. വളരെ നേരിയ സെക്ഷൻസ് ആയിരിക്കും ഈ മൈക്രോടോം എന്ന മെഷീൻ്റെ സഹായത്തോടെ നമ്മൾ എടുക്കുന്നത്. ഒരു 5 മൈക്രോൺസ് മാത്രമായിരിക്കും ഇതിൻ്റെ തിക്നെസ്. ഇങ്ങനെ നമ്മൾ ഒന്നിനുപുറകെ ഒന്നായിട്ട് സെക്ഷൻസ് ഒരു റിബൺ പോലെ ലഭിക്കും. ആ റിബൺ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, റിബൺ പോലെ സെക്ഷൻസ് ആ കയ്യിൽ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ ടിഷ്യൂ സെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന റിബണിന് അതിൻ്റെ നീളം ഒരു 5 മുതൽ 6 ഇഞ്ച് ആകുമ്പോഴേക്ക് അതിനെ നമ്മൾ ചെറിയ ചൂടുവെള്ളമുള്ളൊരു വാട്ടർ ബാത്തിലേക്ക് മാറ്റും. ഈ ടിഷ്യൂ സെക്ഷനിൽ കാണുന്ന ഫോൾഡ്സ് ഒക്കെ മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഫോൾഡുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറി ടിഷ്യൂ സെക്ഷൻസ് നേരെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്ഹസീവ് തേച്ച ഒരു ഗ്ലാസ് സ്ലൈഡിലേക്ക് നമുക്ക് ഈ ടിഷ്യൂ സെക്ഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ അഡ്ഹസീവ്സ് യൂസ് ചെയ്യുന്നത് ഈ ടിഷ്യൂ സെക്ഷൻ കൂടുതൽ നന്നായിട്ട് ആ ഗ്ലാസ് സ്ലൈഡിലേക്ക് പതിഞ്ഞിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധാരണഗതിയിൽ മേയേഴ്സ് ഗ്ലിസറിൻ ആൽബുമിനാണ് ഇത്തരത്തിലുള്ളൊരു അഡ്ഹസീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെ എടുത്ത ഗ്ലാസ് സ്ലൈഡ്സ് 1 മണിക്കൂറോളം ഒരു ഇൻക്യുബേറ്ററിൽ വെക്കും. ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് ഈ ഗ്ലാസ് സ്ലൈഡ്സ് പുറത്തെടുക്കുമ്പോഴേക്കും ഈ ടിഷ്യൂ സെക്ഷൻ ഗ്ലാസ് സ്ലൈഡിലേക്ക് നന്നായി പതിയുകയും നല്ല ഡ്രൈ ആയിരിക്കുകയും ചെയ്യും. അപ്പോഴേക്കും ടിഷ്യൂ സെക്ഷൻസ് സ്റ്റെയിനിങ്ങിന് റെഡിയായി കഴിഞ്ഞു. പിന്നീട് സ്റ്റെയിനിങ് ആണ്. സ്റ്റെയിനിങ് എന്നാൽ ഈ ടിഷ്യൂവിലെ കോശങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്ന ഒരു പ്രക്രിയയാണ്. സാധാരണയായി ഹെമറ്റോക്സിലിൻ ആൻഡ് യോസിൻ സ്റ്റെയിനാണ് ഈ ഹിസ്റ്റോപത്തോളജി സെക്ഷൻസ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ ടിഷ്യൂ സെക്ഷൻസിന് മുകളിലായിട്ട് DPX അല്ലെങ്കിൽ കാനഡ ബോൾസം വച്ച്, അവയാണ് നമ്മൾ മൗണ്ടിങ് മീഡിയ എന്ന് പറയും. അതിന് പുറത്തായിട്ടൊരു കവർ സ്ലിപ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസ്കോപ്പിൽ നോക്കാവുന്ന ഒരു പെർമനൻറ്റ് പ്രിപ്പറേഷൻ ആയിക്കഴിഞ്ഞു. ഇനി ഈ സ്ലൈഡുകളായിരിക്കും, ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്യപ്പെട്ട സ്ലൈഡുകളായിരിക്കും ഒരു പാത്തോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു സ്പെസിമെനിൽ നിന്ന് തന്നെ ഇതുപോലെ അനേകം സ്ലൈഡുകൾ ഉണ്ടാകും. ഈ സ്ലൈഡുകളെല്ലാം വിശകലനം ചെയ്തതിന് ശേഷമായിരിക്കും പാത്തോളജിസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഓരോ സ്ലൈഡും വിശദമായി പഠിക്കേണ്ടതുണ്ട്. കൂടാതെ ചികിത്സാ രീതികൾ തീരുമാനിക്കുന്നതിനും ചികിത്സയുടെ വിജയപരാജയ സാധ്യതകൾ പ്രവചിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ ഈ സ്ലൈഡുകളിൽ ഗ്രേഡിംഗ്, ഡിഫറൻസിയേഷൻ, അതുപോലെ തന്നെ ക്യാൻസറിൻ്റെയും മറ്റും കേസിൽ ഇത് വെസൽസിലേക്ക് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നെർവ്സിലേക്ക് ബാധിച്ചിട്ടുണ്ടോ, അതിന് നമ്മൾ വാസ്കുലാർ അല്ലെങ്കിൽ പെരിന്യൂറൽ ഇൻവേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഈ സർജറി ചെയ്തെടുത്ത ആ എൻഡിൽ നമ്മൾ അതിൻ്റെ റിസെക്റ്റഡ് മാർജിൻ എന്ന് പറയും. നേരത്തെ ഇങ്ക് ചെയ്യുന്ന കാര്യത്തിൽ അത് പറഞ്ഞിരുന്നു.
ഈ മാർജിനിലും ഈ ക്യാൻസർ അഫക്റ്റഡ് ആണോ അല്ലയോ, അത്തരം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ചില അവസരങ്ങളിൽ രോഗനിർണയത്തിനായിട്ട് ചില അഡീഷണൽ സ്റ്റെയിനുകൾ കൂടി ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. ഇത്തരം സ്റ്റെയിനുകൾ സാധാരണയായി ചെയ്യുന്നത് ലെപ്രസി, ട്യൂബർകുലോസിസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഇവയിലൊക്കെയാണ്. ഇങ്ങനെ അഡീഷണൽ സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ സെക്ഷൻ കട്ടിംഗ് മുതലുള്ള സ്റ്റെപ്പുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ക്യാൻസർ നിർണയത്തിലും മറ്റും കൃത്യതയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി. ടിഷ്യൂ സെക്ഷൻസിൽ ആൻറ്റിബോഡികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആധാരമാക്കിയാണ് ഈ പഠനം. ഇതിനും അഡീഷണൽ സെക്ഷൻസും ടൈമും എടുക്കും. ഇനി പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട ഒന്നാണ് ഫ്രോസൺ സെക്ഷൻ. ഇതിന് നമ്മൾ ഇൻട്രാ ഓപ്പറേറ്റീവ് പെത്തോളജി കൺസൾട്ടേഷൻ എന്നും പറയും. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ടിഷ്യൂ പെത്തോളജി ലാബിലേക്ക് അയക്കുകയും വളരെ പെട്ടെന്ന് അതിൻ്റെ റിപ്പോർട്ട് സർജറി നൽകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രോസസ്സാണിത്. ഇവിടെ ക്രയോസ്റ്റാറ്റ് എന്ന മെഷീനാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ പാരഫിൻ മീഡിയത്തിന് പകരം ഐസ് തന്നെയാണ് ഈ ബ്ലോക്കിൽ, ടിഷ്യൂ ബ്ലോക്കിലുണ്ടാവുക. വളരെ പെട്ടെന്ന് സർജൻസിന് ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് സർജന് ലഭിക്കും. ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്നതിനും അല്ലെങ്കിൽ സർജറി അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതിന് ഏത് എക്സ്റ്റെൻറ്റ് വരെ ഉണ്ടെന്നറിയാനും സർജിക്കൽ മാർജിൻസ് അറിയാനും എല്ലാം സർജനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റുകൾ വരാനുള്ള സാധ്യത, ഇത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകുന്നത് മൂലം തന്നെ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശരീരകലകൾ അവയുടെ ജീവാവസ്ഥയിലുള്ളതുപോലെ തന്നെ വിശകലനം ചെയ്യപ്പെടുന്നതിനും സങ്കീർണമായ സമയം ആവശ്യമുള്ളതുമായ പല പ്രക്രിയകളും ആവശ്യമാണ്. മാത്രവുമല്ല രോഗനിർണയത്തിനായി ആഴത്തിലുള്ള സെക്ഷൻസ്, അവയെ നമ്മൾ ഡീപ്പർ സെക്ഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിൽ ഓറിയൻറ്റ് ചെയ്ത ടിഷ്യൂ സെക്ഷൻ ഒക്കെ വേണ്ടി വന്നേക്കാം. രോഗനിർണയത്തിലെ കൃത്യത ഉറപ്പാക്കാൻ ചില അവസരങ്ങളിൽ സ്പെഷ്യൽ സ്റ്റെയിൻസും അതുപോലെ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രിയും മറ്റും ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുന്ന കാലതാമസം റിപ്പോർട്ടിൻ്റെ കൃത്യത ഉറപ്പാക്കാനാണെന്ന് രോഗികളും അവരുടെ ബന്ധുക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവായി എന്ന് തന്നെ കരുതുന്നു. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ടും രേഖപ്പെടുത്തുക. താങ്ക് യു.